വേറെന്താണ് വിശേഷം? എട്ട് പേരെ ലൈക്ക് അടിച്ചിട്ടുള്ളൂ കേട്ടോ. 38 പേര് ഇവിടെ കാണിക്കുന്നുണ്ട് ലൈവിൽ. പക്ഷെ 8 പേരെ ലൈക്ക് അടിച്ചിട്ടുള്ളൂ. എന്താ ഈ ലൈക്ക് അടിക്കാൻ അറിയാത്തതുകൊണ്ടാണോ അതോ ലൈക്ക് അടിക്കാൻ മടിച്ചിട്ടാണോ? എന്താ സംഭവം? നാടൻ വ്ലോഗ് ചോദിക്കുന്നുണ്ട്, സുമി നിന്റെ വീട് എവിടെയെന്ന്. സുമിയുടെ വീട് വളാഞ്ചേരി ഭാഗത്താ. നാടൻ വ്ലോഗ് നയൻ ലൈക്ക് ഉണ്ട്. എനിക്കിവിടെ 8 കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഒന്ന് വാനിഷ് ആയിട്ട് നിൽക്കുകയാണ്. ഭക്ഷണം കഴിച്ചോ? നിങ്ങളൊക്കെ നേരത്തെ കഴിക്കുന്ന ആളുകളാ? ഒരാളും ഒന്നും മിണ്ടുന്നുമില്ല, ചോദിക്കുന്നുമില്ല. അതുകൊണ്ട് നമുക്കിങ്ങനെ റെസ്റ്റ് എടുത്ത് ഇങ്ങനെ ഇരിക്കാം അല്ലേ? നിങ്ങൾ ആരെങ്കിലുമൊക്കെ ലൈവിൽ വരാറുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യും കേട്ടോ. ഞാൻ കാണാന്ന് വെച്ചാൽ ഞാൻ അറ്റൻഡ് ചെയ്യും. അതല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇടാന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എത്തും മറ്റുള്ളവരുടെ മുമ്പിൽ. ഞാൻ ഇന്നത് ഇട്ടിട്ടില്ല. സാധാരണ ഞാൻ ഇടാറുണ്ട് കേട്ടോ. കാരണം ഇന്ന് എനിക്ക് ലൈവ് വരാൻ പറ്റുമല്ല എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റിയിരുന്നില്ല. അത് കാരണം ഞാൻ ഇടായിരുന്നു. നാടൻ വ്ലോഗ് ആർക്കും മിണ്ടാനുണ്ടാവില്ല. അതെന്താ ആർക്കും മിണ്ടാനില്ലാത്ത? നമുക്ക് ഇപ്പം നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാമല്ലോ. ഒന്നുമില്ലെങ്കിലും ഒരു വിഷയവും ഇല്ലെങ്കിൽ നമുക്ക് അതിനെ കുറിച്ചിട്ടെങ്കിലും സംസാരിക്കാം. എനിക്ക് ഭയങ്കര ഫീലിംഗ് ഉണ്ട് കേട്ടോ. ഞാൻ 2-3 ദിവസമായിട്ട് ഭയങ്കര ഡെസ്പാണ് ആ പെൺകുട്ടീനെ കൊല ചെയ്തതിൻ്റെ ഒരു വിഷയത്തിൽ. കാരണം അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് ആ കുട്ടീനെ എങ്ങനെ കൊല്ലാൻ തോന്നി എന്നുള്ള ആലോചിക്കുമ്പോൾ ഇപ്പോഴും കിടന്ന ഉറക്കം കിട്ടാറില്ല. ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊക്കെ വൈഫിനോട് പറഞ്ഞു. അപ്പോൾ വൈഫിനോട് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് അത് ചിന്തിക്കണത് ചോദിക്കുന്നുണ്ട്. നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരാളായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് അവരെ നമ്മൾ ഒരു കത്തിയെടുത്ത് കുത്തി കൊല്ലുക എന്ന് പറയുമ്പോൾ അത്രയും കഠിന ഹൃദയരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് കഴിയുള്ളൂ. മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടുണ്ടാവില്ല. ആഗ്രഹിക്കുന്നതെല്ലാം സ്വന്തമാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. അത് അറിഞ്ഞുകൊണ്ടല്ലേ നമ്മളത് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മളത് ആഗ്രഹിക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ജമ്മു ജമീല, അസ്സാം വലൈക്കും വറഹമത്തുള്ള. വലൈക്കും അസ്സലാം വറഹമത്തുള്ളാഹി വബറകാത്തു വ ബർക്കത്തു വ സുന്നത്തു വ മിന്നത്തു. എന്താണ് വിശേഷം? സുഖമല്ലേ? എപ്പോഴും കമൻറ്റ് എൻ്റെ വീഡിയോക്ക് ഇടുന്ന ഒരാളാണ് കേട്ടോ ഈ ജമീലാത്ത എന്ന് പറഞ്ഞുള്ള ആൾ. ജമ്മു ജമീല, അത് വളരെ ശരിയാണ്. ശരിയാണ്. നമ്മൾ മനുഷ്യന്മാരല്ലേ, നമ്മൾ ചിന്തിക്കണ്ടേ? നമുക്കൊരു ഒരു ജീവിനെ ഒരു ജീവജാലത്തിന് ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു എണ്ണത്തിനും കൊല്ലാനുള്ള അധികാരം നമുക്കില്ല. സംരക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സംരക്ഷിക്കാമെന്നല്ലാതെ നമുക്ക് അവരുടെ ജീവൻ എടുക്കാനുള്ള യാതൊരു അധികാരവും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ നമ്മളൊരു ആളായിട്ട് ഇടപഴകിയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവൻ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ മനുഷ്യത്വം ഇല്ലാത്ത ഒരാളാണ്. അതേ ഞാൻ പറയുള്ളൂ. നമുക്കൊരാളോട് ഒരു ദേഷ്യമായിട്ടോ എന്താ പറയുക, മോശപ്പെട്ട വാക്ക് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഹൃദയത്തിന് ഭയങ്കര വേദനയാണ്. ഞാനൊക്കെ അതിൽ പെട്ട ആളാട്ടോ. ഞാൻ കഴിവിൻ്റെ പരമാവധി ആ കാര്യത്തിൽ നിൽക്കാറില്ല. ഞാൻ ഇഗ്നോർ ചെയ്യും, അവരെ കണ്ടില്ല എന്ന് വെക്കും. ഹിന്ദിസാം വന്നിട്ടുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ഹിന്ദിസാം. അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. ഹിന്ദിസാം, കൊളാബ് ഇട്. എന്ത് കൊളാബ്? എന്താണ് ഉദ്ദേശിച്ചത് കൊളാബ് ഇട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എനിക്ക് മനസ്സിലായില്ല. ഹിന്ദിസാം പറയൂ. ജമ്മു ജമീല എന്ന് പറഞ്ഞ ഐഡിയിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. എന്നാലും 6 മാസം കൂടുമ്പോൾ ഒരു ദിവസം ഷുഗർ വരും. അതെന്താ ഇത്ര അങ്ങനെ? 6 മാസം കൂടുമ്പോൾ ഒരു ദിവസം ഷുഗർ വരിക, ഷുഗർ വേരിയേഷൻ വരുന്നത് അങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ കഴിക്കുന്ന ഫുഡിനനുസരിച്ചിട്ട് വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുമല്ലോ. ഈ 6 മാസത്തിൻ്റെ ഒരു പീരീഡിൻ്റെ കണക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ലൈവ് ടുഗദർ ലൈവ് പോകുമ്പോൾ ചെയ്യാൻ പറ്റൂല.